ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ കുറേ നല്ല ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ കുക്കിംഗ് ഗ്യാസ് ഇല്ലേ, അതൊക്കെ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ക്ലീനിങ് ടിപ്പ് കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടിപ്പ് നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴേക്ക് ചായക്കറിയൊക്കെ പറ്റിയിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ഈ തേയിലയുടെ ഡസ്റ്റൊക്കെ ഇതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലീൻ ആക്കി വെക്കാൻ പറ്റും കേട്ടോ ഈ അരിപ്പയൊക്കെ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഈ അരിപ്പ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ അതായത് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കേട്ടോ, അരിപ്പ അതിൽ ഡിപ്പായി നിൽക്കുന്ന രീതിയിൽ നല്ല ബോയിലായിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? അപ്പം നമുക്ക് എത്ര ഭാഗമാണോ ക്ലീൻ ചെയ്യേണ്ടത് അത്രയും ഭാഗത്ത് ഇങ്ങനെ നിറച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ക്ലോറക്സ് ആണ് കേട്ടോ. ഇതൊരു ബ്ലീച്ചാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്ലോറോഫിക്സ് എന്ന് പറഞ്ഞിട്ട് ക്ലോറക്സിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളൊരു ബ്ലീച്ചാണ്. അത് ഒരു ക്യാപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇതേ കണ്ടോ, അതിലെ ഡസ്റ്റൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങളിങ്ങനെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ തന്നെ നമ്മുടെ അരിപ്പ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചായ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതായത് കൊണ്ട് തന്നെ നമ്മൾ ഇനി ഈ ഒരു ബ്ലീച്ച് യൂസ് ചെയ്തതുകൊണ്ട് നമുക്കിതൊന്ന് ഒരു ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ മാത്രമല്ല, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ യൂസ് ചെയ്യുന്നവർക്ക് അതും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബോയിലായിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നല്ല ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. അതും ഇതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പുത്തനായി കിട്ടിയിട്ടുണ്ടല്ലേ നമ്മുടെ അരിപ്പ. ഓക്കെ, ഇനി അടുത്ത ടിപ്പാണ് നമ്മുടെ ഗ്യാസ് ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ടിപ്പുകളാണ് കേട്ടോ പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മൺചട്ടിയൊക്കെയാണ് യൂസ് ചെയ്തിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഗ്യാസ് ലാഭിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഗ്യാസ് പെട്ടെന്ന് തീരില്ലേ, ഇത് ചൂടാവാൻ വേണ്ടി കുറേ ടൈം എടുക്കുമെന്ന്. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. നമ്മൾ ഈ മൺചട്ടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവുമല്ലേ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ട് ഒരു കോട്ടണോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഡ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ചൂടായി കിട്ടും. അപ്പോൾ മൺചട്ടി നമ്മൾ ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലേ. അപ്പോൾ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു മൺചട്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ചൂട് കുറേ നേരത്തേക്ക് നിൽക്കും. നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്താലും അത് നല്ല ചൂട് നിൽക്കും കേട്ടോ. അപ്പം നമുക്ക് നല്ലതായിട്ടത് കുക്ക് ചെയ്ത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് ചൂടായി വരുന്ന ടൈം മാത്രമേ എടുക്കുള്ളൂ. പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു ടിപ്പാണ്, നമ്മളിപ്പോൾ റൈസൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഇതേപോലെ നമ്മൾ ഗ്യാസിലാണ്, ചിലർക്കാണെങ്കിൽ ഗ്യാസിലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ റൈസ് കുക്കറൊന്നും യൂസ് ചെയ്യില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു പാത്രത്തിന് മുകളിലായിട്ട് മറ്റൊരു പാത്രത്തിൽ ഇതേപോലെ വെള്ളം വെക്കുകയാണെങ്കിൽ നമ്മുടെ താഴെ നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കലത്തിലെ വെള്ളം ആവുന്ന സമയത്ത് തന്നെ ഈ മുകളിലിരിക്കുന്ന വെള്ളവും ചൂടായി കിട്ടും കേട്ടോ. നന്നായിട്ട് ചൂടായി കിട്ടും. അപ്പോൾ നമുക്കുള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാൻ പറ്റും, ചായ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ടിപ്പാണ്. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് വാഷ് ചെയ്തതിന് ശേഷം 1-2 വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്നാമതായിട്ട്, അതായത് നമ്മൾ കംപ്ലീറ്റ് ഇത് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ സോക്ക് ചെയ്തിട്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ റൈസിൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്രധാനമായിട്ടും നമുക്ക് ഗ്യാസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ റൈസ് കുക്ക് ചെയ്യുമ്പോഴാണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ വെള്ളമൊക്കെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഹീറ്ററൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോഴേ നിങ്ങൾ വിചാരിക്കും നമുക്ക് അതിന് ഇലക്ട്രിസിറ്റി ആവില്ലേന്ന്. അപ്പം ഞാൻ ഗ്യാസിൻ്റെ വിലയൊക്കെ കൂടുകയും ഗ്യാസ് അവൈലബിൾ അല്ലാത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടിപ്പ്. പിന്നെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ വെസൽസൊക്കെ വെക്കില്ലേ, നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുമ്പോൾ ആ ഒരു പാത്രത്തിനകത്തായിട്ട് ഗ്യാസ് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫ്ലെയിം നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചിന്തി പോവുകയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഗ്യാസ് തീർന്നിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു യെല്ലോ ഫ്ലെയിമൊക്കെയാണ് വരുന്നതെങ്കിൽ അതൊന്ന് ബർണർ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിലും നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും. പിന്നെ ഗ്യാസിൽ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു സിലിണ്ടർ ലീക്കേജ് ഉണ്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക കേട്ടോ. അങ്ങനെയും നമുക്ക് ഗ്യാസ് ലാഭിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു രീതികളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു മാസമൊക്കെ യൂസ് ചെയ്യുന്ന സിലിണ്ടറൊക്കെ നമുക്ക് 2-3 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തായാലും ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്